അങ്ങനെ ഇവൾ എണീച്ചതും റാക്കിന്റെ മുകളിൽ നിന്നായിട്ട് ഈ രൂപം ഇവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണുക. അപ്പൊ ഇതിന് ഇവൾ ആകെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അനിയത്തി വീട്ടുകാരെല്ലാരും എണീക്കും. അങ്ങനെ ഉമ്മ ഇവളടുത്താണ് പിന്നെ കിടക്കുക. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ വരെ ഇവളാകെ ഞെട്ടി ഉണരും കേൾക്കാറ്. ഇവക്ക് ഈ കണ്ടീന്റെ ഷോക്ക് പോകുന്നുണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടാല് പിന്നെ കണ്ണടച്ചിനാണ്ടുള്ള ഇരുട്ട് പേടിയാവൂലേ, നമ്മളെ തൊട്ടടുത്ത് ഉണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടാവൂലേ. അങ്ങനെ ഇവർ എങ്ങനെയൊക്കെയോ രാവിലെ ആക്കും. രാവിലെ ആയിട്ട് ഇവർക്ക് അറിയുന്ന ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും. അപ്പൊ ഉസ്താദ് പറയും റൂമിൽ ഇവളുടെ ഫേസ് കാണുന്ന രീതിക്കുള്ള ഫോട്ടോസോ ഫ്രെയിംസോ അങ്ങനെ എന്തെങ്കിലും റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാൻ പറയും. എന്നിട്ട് അവരോട് ചോദിക്കും എന്തിനാ കാണുന്നത്, അത് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ അതോ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇവള് പറയും അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇവളിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതാണ്, ഭയങ്കര ദേഷ്യത്തോടെ നോക്കുന്നതാണ് എന്നുള്ളത് പറയും. അങ്ങനെ ഉസ്താദ് ഇവർക്ക് പ്രാർത്ഥിക്കാൻ കുറെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് പറയും. അന്ന് രാത്രിയാണെന്നുണ്ടെങ്കിലും ഇവളടുത്ത് ഉമ്മ കിടക്കും. അന്ന് രാത്രി പേടി കാരണം രാത്രി കുറെ ടൈം ആയിട്ടായിരിക്കും ഇവള് ഉറങ്ങുന്നുണ്ടാവുക. അങ്ങനെ ഇവള് കിടന്നൊന്ന് ഉറങ്ങിയ ടൈമിൽ ഇവക്ക് ഇങ്ങനെ ഇവളുടെ അടുത്ത് നിന്ന് ആരോ ശ്വാസം വലിക്കുന്ന പോലെ തോന്നും. ഇവള് കണ്ണ് തുറന്നു നോക്കിയതും കണ്ണിന്റെ മുന്നിലായിട്ട്, അതായത് തൊട്ട് മുന്നിലായിട്ട് ഈ രൂപം ഇവളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ഇവൾ ആകെ സൗണ്ട് ഉണ്ടാക്കും. ഇവള് പേടിക്കേണ്ട പീക്ക് ലെവല് പേടിച്ചിട്ടുണ്ടാവുക. കാരണം കണ്ണിന്റെ മുന്നിൽ ഒരു സംഭവത്തിനെ കാണാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചൂടെ എത്രത്തോളം പേടിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഇവൾ ആകെ ആർത്ത് സൗണ്ട് ഉണ്ടാക്കും, കരയാൻ തുടങ്ങും. അങ്ങനെ വീട്ടിൽ ആരും പിന്നെ അന്നത്തെ ദിവസം ഉറങ്ങൂല. രാവിലെ ആയതും ഇവർ ഉസ്താദിനെ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉസ്താദ് പറയും ഇവക്കെതിരെ ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ കാണുന്നത്, ഇത് ഒഴിവാക്കാനുള്ളത് ഞാൻ ഇവിടുന്ന് ചെയ്തോളാം, ഇനി തൊട്ട് ഇവളിങ്ങനെ കാണുകയും ചെയ്യൂല, അവക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും ഉസ്താദ്. അങ്ങനെ അന്ന് രാത്രി തൊട്ട് എല്ലാം നോർമൽ ആകും. പിന്നെ ഇവൾ ഈ സംഭവത്തിനെ കാണുന്ന തന്നെ അല്ല. അങ്ങനെ ഒരു 2-3 ഡേയ്സ് ഇത് കണ്ടീന്റെ ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ, അതായത് കണ്ണടക്കാനുള്ള ഒരു പേടി, കണ്ണടച്ചാൽ ഇത് അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് പിന്നെ മെല്ലെ മെല്ലേണ് മാറുക. ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് പേരക്കുറെ ഒരു 1 ഇയറിന്റെ അടുത്ത് ടൈം അയക്കുന്നു. ഇവക്ക് ഈ പേടി മാറിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോഴും കണ്ണടച്ചാൽ റൂമിന്റെ ഒരു സൈഡിൽ നിന്നായിട്ട് ഈ സാധനം ഇവളിങ്ങനെ നോക്കി നിൽക്കുന്ന വിഷ്വൽ ഉണ്ടാവുമല്ലോ, ആ നോട്ട് ഇവക്ക് ഇപ്പോഴും കറക്റ്റ് ഓർമ്മ ഉണ്ടേ.